ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴ പെയ്യുവാണ്. അത് കാരണം ശബ്ദമൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും നമുക്കിന്ന് രസം വയ്ക്കാം. നമുക്ക് പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രസം വെച്ച് ചോറുണ്ണുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ഒരു ടേസ്റ്റും എല്ലാം പനിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് രസമൊന്ന് വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് കേട്ടോ. അതിൻ്റെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തക്കാളി ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് പിന്നെ അടുത്തത് നമുക്ക് വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, ഇത്രയുള്ള ഒരു ചെറിയൊരു കഷ്ണം, 3 മുളക്, ഈ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം വേണം, പിന്നെ കുരുമുളക് വേണം, കുറച്ച് മല്ലി വേണം. ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ച് നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇടാം. അത് ഞാൻ ഉള്ളി ഒന്ന് ചതക്കട്ടെ. ഒന്ന് എല്ലാം ഒന്ന് ചതച്ച് എടുക്കണം കേട്ടോ. ഉള്ളി ചേർക്കേണ്ടാത്തവർക്ക് ഉള്ളി ചേർക്കണമെന്നില്ല. ഞാനിതിൽ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കാന്താരി പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇത്രയും നമുക്കൊന്ന് എല്ലാം ഒന്ന് ചതച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ഇടാം കേട്ടോ. ഞാൻ ചതച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലി എടുത്തിട്ടിട്ട് അതും ഒന്ന് പൊട്ടിച്ചിടണം കേട്ടോ. ചതച്ചിടണേ. കുറച്ച് മല്ലി മതി കേട്ടോ. ഒത്തിരി മല്ലി വേണ്ട, കുറച്ച് മല്ലി, 1/2 ടീസ്പൂൺ മല്ലി എടുത്താൽ മതി കേട്ടോ. അത്രയും മല്ലി എടുത്ത് നമുക്കതൊന്ന് പൊട്ടിച്ചിട്ടാൽ മതി, ഒന്ന് ചതച്ചിട്ടാച്ചാൽ മതി. അല്ലാതെ ഒത്തിരി ഒന്നും ഇടണ്ട കേട്ടോ. ഇത്രയും മല്ലി എടുത്തു. മല്ലി ഒന്ന് പൊട്ടിക്കുക, ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ചതച്ച് എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുള്ള രസം നമുക്ക് നമുക്കിത് മതി കേട്ടോ. ചോറിന് കഞ്ഞിക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം ഈ രസം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ജീരകം ചേർക്കണം. ഇതെല്ലാം നമ്മൾ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പനിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജീരകം ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ കുരുമുളകും ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. കുരുമുളക് ചതച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 5-6 കരിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതും ഒന്ന് ചതച്ച് പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചതച്ചെടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും ചതച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇച്ചിരി കായപ്പൊടി പിന്നീട് നമുക്ക് വേണം. കായം ചേർക്കേണ്ടവർക്ക് കായം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു. അതിന് ശേഷം പിന്നീട് നമുക്കിത് തിളച്ച് നന്നായിട്ട് വാങ്ങുന്ന സമയത്തും നമുക്ക് കായപ്പൊടി വേണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഞരടി എടുക്കുക. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഞരടി എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഞരടി എടുക്കാം. ഇത് നന്നായിട്ട് ഞരടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് ബാക്കിയിരിക്കുന്ന തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ പരുവത്തിനുള്ള രീതിയിൽ ഇങ്ങനെ നീളത്തിൽ നമുക്കൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാൻ 2 തക്കാളി ചേർക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് തക്കാളിയുടെ പുളി വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുളി നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ പുളി പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാളംപുളി കൂടെ ഒഴിക്കാമെന്നോർത്തുകൊണ്ടാണ് അത്ര എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ തക്കാളിക്ക് ഒരുവിധം നല്ല പുളിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തക്കാളി തന്നെ മതിയാവുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച്
ചേർക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 2 തക്കാളി. അപ്പോൾ ഒരു തക്കാളി ഇതേപോലത്തെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ വലിയ തക്കാളി ഒരു ചെറിയൊരു തക്കാളി ഒരു വലിയൊരു തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ തകൃതിയിലുള്ള മഴയാണ്, നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ രാവിലെ ഭയങ്കര മഴയാണ്, രാത്രിയിലൊക്കെ മഴയായിരുന്നു. ഞാൻ 5-6 കരിയാപ്പിലയും കൂടെ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഞെരടി വെച്ചിരിക്കുന്നതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞെരടിയത് പിന്നെ നമുക്കിതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് രസത്തിന് ആവശ്യത്തിന് എന്തോരം വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കഴുകി ഇത്രയും വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ കത്തിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തീ കത്തിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. രസത്തിൻ്റെ അത് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം നമുക്കിത് ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാം ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട്. പിന്നെ നമുക്കിത് കടുക് വറുക്കണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാം. ഞാനിതിന് കടുകൊന്നും വറക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കായവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കായവും കൂടെ ഇതിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ആദ്യം കുറച്ച് കായ ഇട്ട് തിരുമ്മി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കായം ഇടേണ്ടവർക്ക് കായം ഇട്ട് കൊടുക്കും, കായം പൊടിയല്ലാത്തവർക്ക് കായം വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി ഇത് മൂടി വയ്ക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ രസം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പനിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ രസമൊക്കെ നല്ലതാണ് കേട്ടോ. രസമൊക്കെ ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും രസമൊക്കെ വെച്ച് ഇതേപോലെ കഴിക്കാം കേട്ടോ. താങ്ക് യു.